ഹായ് ഓൾ. നമ്മളുടെ ഈ ഒരു PYQ സീരീസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ കടക്കുകയാണ്. വെക്റ്റർ ഓൾജിബ്ര ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ബാക്കിയുള്ള 3 മൊഡ്യൂളുകൾ വളരെ ഡീറ്റെയിൽഡായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെക്റ്റർ ഓൾജിബ്ര ഞാൻ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം പറയും, അവസാനിപ്പിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് 2023 കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഇഫ് വെക്റ്റർ എ ഈക്വൽ ടു 3i പ്ലസ് 4j മൈനസ് 2k ആൻഡ് വെക്റ്റർ ബി ഈക്വൽ ടു 2i മൈനസ് 3j മൈനസ് 2k. ഇതാണ് ക്വസ്റ്റ്യൻ. 3i പ്ലസ് 4j മൈനസ് 2k, 2i മൈനസ് 3j മൈനസ് 2k. വെക്റ്റർ എ പ്ലസ് ബി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്ന് പറയുമ്പം ആദ്യം ഐയുടെ പാർട്ടുകൾ ആഡ് ചെയ്യുക, പിന്നെ ജെയുടെ പാർട്ടുകൾ ആഡ് ചെയ്യുക, പിന്നെ കെയുടെ പാർട്ടുകൾ ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? 5i പ്ലസ് ജെ മൈനസ് 4k. 5i മൈനസ് ജെ പ്ലസ് 4k. അതാണ് അവിടെ വരുന്നത്. അറിയാലോ, 3i പ്ലസ് 2i 5i, 4j മൈനസ് 3j പ്ലസ് ജെ മൈനസ് 2k മൈനസ് 2k 4k. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് എ വെക്റ്റർ joining 1, 2, minus 3 and 3, 1, 1. Find a vector joining 1, 2, minus 3 and 3, 1, 1. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് എപ്പോഴും നമുക്കറിയാം, വെക്റ്റർ എന്ന് പറയുമ്പം 2 പോയിൻ്റുകൾ, ഈ 2 പോയിൻ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞത് എന്താ? 1, 2 മൈനസ് 3 എന്ന് പറയുന്ന പോയിൻറ്റും 3, 1, 1 എന്ന് പറയുന്ന പോയിൻറ്റും, ഈ 2 പോയിൻറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെക്റ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ പോയിൻറ്റുകൾ, ഇതാണ് സെക്കൻഡത്തെ പോയിൻറ്റുകൾ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് കണ്ടുപിടിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? i, j, k ഈ ഒരു കാര്യം ഒന്ന് നമ്മൾ മനസ്സിൽ വയ്ക്കുക. ആദ്യത്തത് x, i, രണ്ടാമത്തത് j, മൂന്നാമത്തത് k. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. എപ്പോഴും ഒരു വെക്റ്റർ കണ്ടുപിടിക്കുമ്പം ഫൈനൽ ടു ഇനീഷ്യലാണ് നമ്മൾ എടുക്കാറുള്ളത്. ഫൈനൽ പോയിൻ്റ് ഏതൊക്കെയാണ്? 3, 1, 1ഉം ഫസ്റ്റ് പോയിൻറ്റുകൾ 1, 2, മൈനസ് 3യും. അപ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക്. സെക്കൻഡിലെ ആദ്യത്തെ പോയിൻ്റ് ഏതാ? 3. ഇവിടുത്തെ ആദ്യത്തെ പോയിൻ്റ് 1. 3 മൈനസ് 1 i. അടുത്തത് ഇവിടുത്തെ ഫസ്റ്റ് പോയിൻ്റ് 1 മൈനസ് ഇവിടുത്തെ സെക്കൻഡ് പോയിൻ്റ് 2 ഇൻറ്റു ജെ. അടുത്തത് ഇവിടുത്തെ അവസാനത്തെ പോയിൻ്റ് 1, ഇവിടുത്തെ അവസാനത്തെ പോയിൻ്റ് മൈനസ് 3k. മനസ്സിലായല്ലോ? ആദ്യത്തെ പോയിൻ്റ് ഞാൻ ഐ എടുത്തു, രണ്ടാമത്തെ ജെ എടുത്തു, മൂന്നാമത്തത് കെ. അപ്പം ഫൈനൽ ടു ഇനീഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. 3 മൈനസ് 1 2i, 1 മൈനസ് 2 മൈനസ് ജെ, 1 മൈനസ് 3 എത്ര വരും? 4 അല്ലേ? 1 പ്ലസ് 3 4k. 2i മൈനസ് ജെ പ്ലസ് 4k. 2i മൈനസ് ജെ പ്ലസ് 4k. അപ്പോൾ വെക്റ്റർ കണ്ടുപിടിക്കാൻ 2 പോയിൻ്റ് തന്നിട്ട് വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഫൈനൽ തന്ന പോയിൻ്റിൽ നിന്ന് ഇനീഷ്യൽ പോയിൻ്റുകൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ആദ്യത്തത് ഐ എടുക്കുക, രണ്ടാമത്തെ ജെ എടുക്കുക, മൂന്നാമത്തത് കെ എടുക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. കഴിഞ്ഞ വർഷം വന്ന 2 ക്വസ്റ്റ്യൻസ് ആണിത്. വളരെ
പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടത് കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. ഇനി കഴിഞ്ഞ വർഷം വന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് ഇതേപോലെയുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് എ വെക്റ്റർ PQ where P എന്ന് പറഞ്ഞാൽ 1 2 3, Q എന്ന് പറഞ്ഞാൽ 3 5 6. ആദ്യത്തേത് 1 2 3, രണ്ടാമത്തത് 3 5 6. എന്താ ഞാൻ പറഞ്ഞത്? ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ എടുക്കണം. ഇപ്പം എങ്ങനെ വരും? ഫൈനലിൽ ആദ്യത്തെ പോയിൻ്റ് 3, ഇനീഷ്യലായിത്തെ പോയിൻ്റ് 1. സോ 3 - 1 ഇൻറ്റു I. അടുത്ത 5ഉം 2 പ്ലസ് 5 - 2 ഇൻറ്റു J. പിന്നെ 6ഉം 3ഉം പ്ലസ് 6 - 3 ഇൻറ്റു K. എത്ര വരും? 2I പ്ലസ് 3J പ്ലസ് 3K. 2I പ്ലസ് 3J പ്ലസ് 2K. 2I പ്ലസ് 3J പ്ലസ് 3K. കിട്ടിയല്ലോ. ഇത് 2022 ഒരു മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫൈനൽ പോയിൻ്റ് എന്ന് ഇനീഷ്യൽ പോയിൻ്റുകൾ സബ്ട്രാക്ട് ചെയ്താൽ മതി എന്ന് സാരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് the length of the vector vector A equal to 2I minus 3J plus K. എങ്ങനെയാണ് ഒരു വെക്റ്ററിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക? അതായത് ഇപ്പോൾ ഒരു വെക്റ്ററിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എ വേണ്ട, എക്സ് ആക്കാം. xi പ്ലസ് yj പ്ലസ് zk എന്നാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ലെങ്ത് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ. എക്സ് എത്രയാണ് അവിടെ? ആദ്യത്തത് 2, രണ്ടാമത്തത് -3, മൂന്നാമത്തത് 1. കെയുടേത് 1. അപ്പോൾ എങ്ങനെ എടുക്കാം നമുക്ക്? റൂട്ട് ഓഫ് 2 സ്ക്വയർ, അടുത്തത് -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എത്ര വരും? റൂട്ട് 4 പ്ലസ് 9 പ്ലസ് 1, 13ഉം 1ഉം 14. റൂട്ട് 14 യൂണിറ്റ്സ് എന്ന് എഴുതി വയ്ക്കുക. റൂട്ട് 14 യൂണിറ്റ്സ് എന്ന് എഴുതി വയ്ക്കുക. 14 എന്ന് എഴുതിയാലും മതി, യൂണിറ്റ്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. യൂണിറ്റ്സ് കൂടി എഴുതിയാൽ നല്ല കാര്യം, അത്രയേ ഉള്ളൂ. റൂട്ട് 14 അതാണ് അതിൻ്റെ ലെങ്ത്ത്. റൂട്ട് 14 എന്ന് എഴുതുക. അപ്പം ഒരു വെക്റ്ററിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിലെ ഓരോ പാർട്ടും പൈയുടെ കോയിഫിഷ്യൻറ്റിൻ്റെയും ജെയുടെ കോയിഫിഷ്യൻറ്റിൻ്റെയും കെയുടെ കോയിഫിഷ്യൻറ്റിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. ആദ്യം എല്ലാത്തിൻ്റെ സ്ക്വയർ എടുക്കുക, എല്ലാം കൂടി ആഡ് ചെയ്യുക, ദെൻ ഫൈനലി സ്ക്വയർ റൂട്ട് എടുത്താൽ അതിൻ്റെ ലെങ്ത് ഓഫ് ദി വെക്റ്റർ നമുക്ക് എന്ത് കിട്ടും? മനസ്സിലാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം അടുത്ത ചോദ്യം 2023 ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് angle between the vectors. ആദ്യത്തെ വെക്റ്റർ A equal to I minus 2J plus 3K and vector B equal to 3I minus 2J plus K.
രണ്ട് വെക്ടറുകളൂടെ തന്നു. ആദ്യത്തത് വെക്ടർ എ ഈക്വൽ ടു ഐ മൈനസ് 2j പ്ലസ് 3k. അതുപോലെ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ 3i മൈനസ് 2j പ്ലസ് k. ഇവിടെ എന്താ പറഞ്ഞത്? രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി. എങ്ങനെ എടുക്കാം? ഐ മൈനസ് 2j പ്ലസ് 3k ഇൻറ്റു 3i മൈനസ് 2j പ്ലസ് k. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ ഐ ഇൻറ്റു ഐ ചെയ്താൽ എപ്പോഴും 1 ആയിരിക്കും. ഐ ഇൻറ്റു ഐ ചെയ്താൽ 1 ആയിരിക്കും. അതേപോലെ തന്നെ ജെ ഇൻറ്റു ജെ ചെയ്താൽ 1 ആയിരിക്കും. കെ ഇൻറ്റു കെ ക്രോസ് അല്ല കേട്ടോ, സോറി. അതായത് ഐ ഇൻറ്റു ഐ, അതേപോലെ ജെ ഇൻറ്റു ജെ, അതുപോലെ കെ ഇൻറ്റു കെ ചെയ്താൽ 1 ആയിരിക്കും. അതേ സമയത്ത് ഐയെ നിങ്ങൾ ജെ കൊണ്ടോ കെ കൊണ്ടോ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആയിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറിയ +2 ക്ലാസ്സുകളിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പം ഐ ഇൻറ്റു ഐ 1 ആയിരിക്കും, ജെ ഇൻറ്റു ജെ 1 ആയിരിക്കും, കെ ഇൻറ്റു കെ 1 ആയിരിക്കും. അതേ സമയത്ത് ഐ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാലും ഐ ഇൻറ്റു കെ എന്ന് പറഞ്ഞാലും 0 ആയിരിക്കും. അതേപോലെ ജെ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാലും ജെ ഇൻറ്റു കെ എന്ന് പറഞ്ഞാലും 0 ആയിരിക്കും. അതേപോലെ കെ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാലും കെ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാലും 0. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഐയെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും, ജെയെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും, കെയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. ബാക്കി എന്ത് ഓപ്പറേഷൻ വന്നാലും 0 ആയിരിക്കും. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ. ആദ്യം ഐ, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഒരു 3i ഉണ്ട്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 3, ഇവിടെ ഐയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ ഐയുടെ കോയിഫിഷ്യൻറ്റ് 3 ആണ്. സോ 3 എന്ന് കിട്ടി. ഐ ഇൻറ്റു ഐ 1 ആണ്. ഇനി അടുത്ത ജെയുടെ ഭാഗം എടുത്താൽ മതി. മൈനസ് 2jയും 2jയും ജെയും മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. സോ എന്ത് വരും? +4 എന്ന് വരും. ഇനി 3യും ഇവിടെ 1ഉം +3. അപ്പോൾ എത്ര വരും? 10 എന്ന് കിട്ടും അല്ലേ? 10 എന്ന് കിട്ടും. 10 എന്ന് നമുക്കവിടെ കിട്ടും. അപ്പം വെക്റ്റർ എ ഡോട്ട് ബി എത്ര കിട്ടി? 10 എന്ന് കിട്ടി. വെക്റ്റർ എ ഡോട്ട് ബി ചെയ്ത കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം ഐ ഇൻറ്റു 3i ചെയ്തു. ഐ ഇൻറ്റു ഐ 1 ആണ്. പിന്നെ ഇവിടുത്തെ ഐയുടെ കോയിഫിഷ്യൻറ്റ് 1, ഇവിടുത്തെ ഐയുടെ കോയിഫിഷ്യൻറ്റ് 3. അപ്പോൾ 3 ഇൻറ്റു 1 3 എന്ന് എഴുതി. ഇവിടെ ജെയുടെ കോയിഫിഷ്യൻറ്റ് -2, ഇവിടെയും ജെയുടെ കോയിഫിഷ്യൻറ്റ് -2. -2 +4. ഇവിടെ കെയുടെ കോയിഫിഷ്യൻറ്റ് 3, ഇവിടെ കെയുടെ കോയിഫിഷ്യൻറ്റ് 1. അപ്പോൾ 3 ഇൻറ്റു 1 3 കിട്ടിയല്ലോ. 3 + 4 7, 7 + 3 10 കിട്ടിയല്ലോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താ പറഞ്ഞത്? ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ്. എങ്ങനെയാണ് രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക? ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടറുകൾ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഡോട്ട് മോഡുലസ് ഓഫ് ബി. ഇവിടെ നമുക്കറിയാം വെക്ടർ എ ഡോട്ട് വെക്ടർ ബി നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 10 എന്ന് നിങ്ങൾക്കറിയാം. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ രണ്ടിൻ്റെയും മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഒരു ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം ചെയ്തിരുന്നു. അതാണ് ഈ മോഡുലസ്. അതായത് ലെങ്ത് ഓഫ് ദി വെക്ടർ എന്ന് പറഞ്ഞാലും മോഡുലസ് ഓഫ് ദി വെക്ടർ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്, വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഇവിടെ വെക്ടർ എയും കണ്ടുപിടിക്കണം, മോഡുലസ് ഓഫ് എയും കണ്ടുപിടിക്കണം, മോഡുലസ് ഓഫ് ബിയും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ചാൽ പരിപാടി തീർന്നു. ഇവിടെ നോക്കൂ, മോഡുലസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ആദ്യത്തത് i മൈനസ് റൂട്ട് ഓഫ് എല്ലാത്തിൻ്റെ സ്ക്വയറുകൾ എടുക്കുക അല്ലേ? കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയറുകൾ. ഐയുടെ കോയിഫിഷ്യൻറ്റ് 1, അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1. സോ 1 +
ഇവിടെ -2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 3യുടെ സ്ക്വയർ 9. ഇപ്പം എത്ര വന്നു? 1 + 4 5, 5 + 9 14, √14. ഇതേപോലെ അടുത്തതിലും ഇതേപോലെ അല്ലേ, 3i - 2j + k. 3യുടെ സ്ക്വയർ 9, -2യുടെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1. ഇപ്പം എത്ര വന്നു? √14 അല്ലേ. അപ്പം ഇവിടെ മോഡുലസ് ഓഫ് വെക്റ്റർ എ √14, മോഡുലസ് ഓഫ് വെക്റ്റർ ബി √14. ഇപ്പം 10/√14 ഇൻറ്റു √14. എങ്ങനെ എഴുതാം? 10/√14 ഇൻറ്റു √14 14 ആണെന്ന് നമുക്കറിയാം. വേണമെങ്കിൽ ഒന്നുകൂടി ഇതിനെ വൃത്തിയാക്കിയാൽ 5/7 എന്ന് എഴുതാം. അപ്പോൾ കോസ് തീറ്റ എത്ര കിട്ടി? കോസ് തീറ്റ 5/7. അങ്ങനെയാണ് തീറ്റ എന്തായിരിക്കും വരിക? കോസ് ഇൻവേഴ്സ് ഓഫ് 5/7. കോസ് ഇൻവേഴ്സ് ഓഫ് 5/7. കോസ് ഇൻവേഴ്സ് ഓഫ് 5/7 എന്ന് കിട്ടി. കോസ് ഇൻവേഴ്സ് ഓഫ് 5/7 എന്ന് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ആൻസറിലേക്ക് എത്തി. ക്ലിയർ ആണോ? കഴിഞ്ഞ വർഷം 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണിത്. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ. ഇനി ഇതേപോലത്തെ ഒരു ചോദ്യമുണ്ട് ഇവിടെ. കഴിഞ്ഞ വർഷം 2022 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇഫ് മോഡുലസ് ഓഫ് വെക്റ്റർ എ 5, മോഡുലസ് ഓഫ് വെക്റ്റർ ബി 4, വെക്റ്റർ എ ഡോട്ട് ബി 10. ചോദിച്ചത് ഫൈൻഡ് ദി അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. അതായത് എയ്ക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. നമുക്കറിയാം ഇക്വേഷൻ കോസ് തീറ്റ ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ ബി. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി 10 ആണ് എന്ന് നമുക്കറിയാം. മോഡുലസ് ഓഫ് വെക്റ്റർ എ 5, മോഡുലസ് ഓഫ് വെക്റ്റർ ബി 4. അതായത് 10/20. ഇതും കട്ട് ചെയ്തു 1/2 അല്ലേ. ഇപ്പോൾ കോസ് തീറ്റ 1/2 ആണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. എത്രയാ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2? 0.5. 60 ഡിഗ്രിയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. 60 ഡിഗ്രി കോസ് 60 ആണ് 0.5. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് പഠിച്ചു വയ്ക്കുക. 2 മാർക്കിന് ഉറപ്പായിട്ടും വരാൻ സാധ്യത ഇത്തവണയും കൂടി കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പം ഞാനിവിടെ പറഞ്ഞത്. വളരെ സിമ്പിളായ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത് മിസ്സാക്കാതെ പഠിക്കുക. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫൈൻഡ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി if vector A equal to 3i plus j minus 2k and vector B equal to I minus 3j plus 4k. 3i plus j minus 2k plus and vector B equal to I minus 3j plus 4k. എങ്ങനെയാണ് വെക്റ്റർ എ ക്രോസ് ബി കണ്ടുപിടിക്കുക? വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഐ ജെ കെ അല്ലേ മെട്രിക്സ് കൊടുക്കുക. രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ മെട്രിക്സിലെ ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് കൊടുക്കുക. 3 1 -2 1 -3 4 1 -3
4 കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം ഐ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഉണ്ടാവുക? ഐ ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കി എന്തുണ്ട്? 1 -2 -3 4. അടുത്തത് ജെ ഇൻറ്റു ജെ ഉൾപ്പെടുന്ന കോളവും റോയും ഒഴിവാക്കിയാൽ 3 -2 1 4 എന്ന് കിട്ടും. പ്ലസ് കെ ഇൻറ്റു കെ ഉൾപ്പെടുന്ന റോയ് ഒഴിവാക്കി കോളം ഒഴിവാക്കി 3 1 1 -3 3 1 1 -3 അല്ലേ. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഐ ഇൻറ്റു ഏതാദ്യം ഡയഗണൽ 1 × 4 4 -2 × -3 -6. അടുത്തത് ജെ പാർട്ട് 3 × 4 12 മൈനസ് 1 × -2 -2 പ്ലസ് കെ ഇൻറ്റു 3 × -3 -9 1 × 1 1. എത്ര വരും? ഐ ഇൻറ്റു 4 -6 -2j 12 -2 എന്ത് വരും? 12 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. ഇപ്പം 12 + 2 14 -14j പ്ലസ് കെ ഇൻറ്റു -9 -1 സോ -10 -10k 2i -14j -10k 2i -14j -10k എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി. വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി. വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നെന്ത് ചെയ്യുക, ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക. വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഇതാണ് എന്നിവിടെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി കിട്ടിയല്ലോ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് the values of x, y set so that 2i plus 4j minus zk is equal to xi plus yj plus 3k. എന്താ ചോദിച്ചത്? നമുക്കിവിടെ എക്സിൻ്റെയും വൈയുടെയും സെറ്റിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സിൻ്റെയും വൈയുടെയും സെറ്റിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് കണ്ടീഷൻ എന്താണ്? 2i plus 4j minus zk എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ എന്തിന് ഈക്വലാണ്? xi പ്ലസ് yj പ്ലസ് 3kക്ക് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിലുള്ള കോയിഫിഷ്യൻസും ഈക്വൽ ആവണ്ടേ? അപ്പം അങ്ങനെ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഐയുടെ പാർട്ടും ഇവിടുത്തെ ഐയുടെ പാർട്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ ജെയുടെ പാർട്ടും ഇവിടുത്തെ ജെയുടെ പാർട്ടും ഇക്വേറ്റ് ചെയ്യുക. ഇവിടുത്തെ കെയുടെ പാർട്ടും ഇവിടുത്തെ കെയുടെ പാർട്ടും ഇക്വേറ്റ് ചെയ്യുക. നോക്കിക്കോളൂ, xiക്ക് പകരം ഇവിടെ 2i ആണുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 2. നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതേപോലെ yjയും 4kയും. അപ്പോൾ വൈയുടെ വാല്യൂ എന്താ വരിക? 4 വരും. ഇനി ഇവിടെ നോക്കിക്കോളൂ, മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇവിടെ 3. അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? -3. അപ്പം എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 4, സെറ്റിൻ്റെ വാല്യൂ -3. അപ്പോൾ രണ്ടും
വെക്റ്റേഴ്സും ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ അവിടുത്തെ കോഎഫിഷ്യൻസും എന്ത് തന്നെയായിരിക്കണം? ഈക്വൽ ആവണ്ടേ? ഈക്വൽ ആയിരിക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം രണ്ടും ഈക്വൽ ആണ് എന്ന കണ്ടീഷൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? വെക്റ്ററുകളെ ഇക്വേറ്റ് ചെയ്ത്. വെക്റ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുക, ജെയുടെ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കെയുടെ പാർട്ടുകളും എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ആൻസറിലേക്ക് എത്തും. മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ടിത് പഠിച്ച് തന്നെ പോവുക. വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് പഠിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കിതിൽ സോൾവ് ചെയ്യാനുണ്ട്. അതുകൂടി സോൾവ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ലെക്ചേഴ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ ക്വസ്റ്റ്യന് കൂടെ ഉണ്ട്, അതോട് ചെയ്തിട്ട് ഞാനിത് ഈ ഒരു ഭാഗം നമ്മളുടെ ഈ വീഡിയോ ലെക്ചർ സീരീസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ perpendicular to the vectors I plus j plus k and I plus 3j minus k. അതായത് ഇവിടെ രണ്ട് വെക്റ്ററുകളുണ്ട്, ഐ പ്ലസ് ജെ പ്ലസ് കെയും അതേപോലെ ഐ പ്ലസ് 3j മൈനസ് കെ. ഇങ്ങനെ രണ്ട് വെക്റ്ററുകളുണ്ട്. ഈ പറയുന്ന രണ്ട് വെക്റ്റേഴ്സിനും പെർപെൻഡിക്കുലറായ ഒരു വെക്റ്റർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ രണ്ട് വെക്റ്ററുകൾക്ക് പെർപെൻഡിക്കുലറായ ഒരു വെക്റ്റർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ വെക്റ്റേഴ്സിൻ്റെ ഇക്വേഷൻ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി. അതായത് ഈ തന്നിരിക്കുന്ന രണ്ട് വെക്റ്ററുകൾക്ക് പെർപെൻഡിക്കുലറായ ഒരു വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ആണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി കണ്ടുപിടിക്കാം. നിങ്ങൾക്കൊക്കെ അറിയാം, ആദ്യത്തെ റോയിൽ ഐ ജെ കെ നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ വെക്റ്ററായ ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് കൊടുക്കുന്നു. 1 1 1 കൊടുത്തു. അടുത്ത വെക്റ്റർ കൊടുക്കുക 1 3 -1 കൊടുത്തു. ഇനി നമ്മൾ സോൾവ് ചെയ്യുന്നു. ആദ്യത്തെ എലമെൻ്റ് എടുക്കുന്നത് ഐ ആണ്. ഐ എടുക്കുമ്പം ഐ ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയാൽ 1 1 3 -1 കിട്ടി. അടുത്ത മൈനസ് ജെ എടുത്തു കഴിഞ്ഞാൽ ജെ ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കി 1 1 1 -1 പ്ലസ് കെ എടുത്തു. കെ എടുത്താലോ കെ ഉൾപ്പെടുന്ന റോയും കോളവും പോയി 1 1 1 3 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഐ എടുത്തു കഴിഞ്ഞാൽ 1 × -1 -1 1 × 3 3 എടുത്തു. അടുത്തത് ജെ ഇൻറ്റു 1 × -1 -1 1 × 1 1 എടുത്തു. ദെൻ കെ എടുത്തു.
1 ഇൻറ്റു 3 3 എടുത്തു, 1 ഇൻറ്റു 1 1 എടുത്തു. ബാക്കി എന്താ വരിക? I ഇൻറ്റു -1 -3. സോ -4i. ഇവിടെ -1 -1 -2 -2 ഈ മൈനസും പ്ലസ് i പ്ലസ് 2j. അടുത്തത് 3 -1 2 2k -4i പ്ലസ് 2j പ്ലസ് 2k എന്ന് കിട്ടിയിട്ടുണ്ടാവും. ആണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിപ്പോൾ എന്താണ്? വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി. വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി. ഇനി എന്ത് കിട്ടണം നമുക്ക്? അതിൻ്റെ മോഡുലസ് കിട്ടണം അല്ലേ? എങ്ങനെയാണ് മോഡുലസ് കണ്ടുപിടിക്കുക? മോഡുലസ് അതായത് രണ്ട് തരത്തിൽ ആ ക്വസ്റ്റ്യൻ വരും. ഒന്നെങ്കിൽ മോഡുലസ് എന്ന് വരും, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി വെക്റ്റർ എന്ന് വരും. രണ്ട് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. എങ്ങനെയാണ് മോഡുലസ് വന്നാൽ ചെയ്യുക? എന്ത് ചെയ്താൽ മതി? എല്ലാത്തിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലേ? ആദ്യം സ്ക്വയറുകൾ എടുക്കുക. -4ൻ്റെ സ്ക്വയർ, -4ൻ്റെ സ്ക്വയർ, പിന്നെ 2യുടെ സ്ക്വയർ, പിന്നെ ഒരു 2യുടെ സ്ക്വയർ. നോക്കിക്കോളൂ. റൂട്ട് ഓഫ് -4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 2ൻ്റെ സ്ക്വയർ 4, പിന്നെയും 2ൻ്റെ സ്ക്വയർ 4. 16 4 20 24. റൂട്ട് 24 എന്ന് കിട്ടി. റൂട്ട് 24. ഇനി നമുക്ക് എന്താ വേണ്ടത്? യൂണിറ്റ് വെക്റ്റർ. ഇങ്ങനെയായിരുന്നു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. അതായത് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദി വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ? വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി. എന്താണ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ എന്താ? -4i പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ എത്രയാണ് മോഡുലസ് വരുന്നത്? റൂട്ട് 24. റൂട്ട് 24. റൂട്ട് 24. റൂട്ട് 24. റൂട്ട് 24. റൂട്ട് 24. കിട്ടിയോ? റൂട്ട് 24. അപ്പം ഇത്രയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. എല്ലാം കവർ ചെയ്തിട്ടില്ല, കുറച്ച് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്. എല്ലാ വീഡിയോ ലെക്ചേഴ്സും നന്നായി കാണുക. ഇത് കണ്ടാൽ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എല്ലാവരും നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.